എല്ലാവർക്കും നമസ്കാരം. എന്റർടൈൻമെന്റ് കീഴിലേക്ക് എല്ലാവർക്കും സ്വാഗതം. യെസ്, എന്റർടൈൻമെന്റ് കിഴി അപ്ഡേറ്റ്സ് ആണ്. ഒരു കമ്പാരിസൺ വീഡിയോ. ഓക്കെ, ഒരു ബിഗ്ഗസ്റ്റ് ക്ലാഷ് വരാൻ പോവാണ് ഓഗസ്റ്റ് 14. യെസ്, അതായത് ഇന്ത്യ കണ്ട ഏറ്റവും ബിഗ്ഗസ്റ്റ് ക്ലാഷ് ആണത്. യഥാർത്ഥ യുദ്ധം, ശരിക്കും യുദ്ധം സംഭവിക്കാൻ പോകുന്നു. യെസ്, വമ്പന്മാരാണ് ഏറ്റുമുട്ടാൻ പോകുന്നത്. വാർ 2 vs കൂലി. എന്താ എന്തായിരിക്കും? നിന്നോട് ആരെങ്കിലും ചോദിച്ചോടാ കോഴിയുടെ മോനെ? അതല്ല വന്ന് ചോദിച്ചത്. ഇന്നിവിടെ കറി ഉണ്ടോ എന്നായിരിക്കും ചോദിച്ചത് വീട്ടില്. ജിമ്മിനൊക്കെ പോകാൻ തുടങ്ങിയിട്ടുണ്ടാ, അറിഞ്ഞു വെച്ചോ. ചെസ്റ്റ് വെട്ടിക്കൂട്ടും. അത്രേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് വരാം. യെസ്, കൂലി vs വാർ 2. ഇതിനെക്കുറിച്ച് സ്പെഷ്യൽ വീഡിയോ ചെയ്യാനായിട്ട് നമുക്കൊരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, അതായത് ഈ ചോദ്യം ചോദിച്ചിരിക്കുന്നത് എന്തോ നീളം മീശുള്ള ഒരാളാണ്. നീ തന്നെയാണോ? മീശ നീളൻ. മീശ നീളൻ. അത്യാവശ്യം ഉണ്ട് മീശ നീളൻ. ഒരു ഇവൻ കണ്ടന്റിന് വേണ്ടിട്ട് ഇവൻ തന്നെ ഇനി ചോദ്യം ഞാൻ ഇവിടെ കാണിക്കോട്ടോ. കാണിക്കണമല്ലോ. ആള് ഈ ചോദ്യം ഒരു തവണയല്ല ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, പല തവണ പല വീഡിയോസിന്റെ താഴെ ചോദിച്ചിട്ടുണ്ട്. ഇത് നമ്മൾ എടുത്തു വെച്ചതാണ്. അതിന് മുൻപേ ആൾ വീണ്ടും ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ ഈ കമന്റിലേക്ക് അല്ലെങ്കിൽ ഈ വീഡിയോയിലേക്ക് എത്തുന്നേ ഉണ്ടായിരുന്നുള്ളൂ. സോറി ബ്രോ, എത്തി. അതായത് ആ സിനിമേന്റെ ഒക്കെ ഒരു അടുപ്പിച്ചെത്തണ്ടേ? അതെ അതെ, അതുകൊണ്ടാ ആ ഒരു വൈബ് പിടിക്കുന്ന സമയത്താണ് അതിന് കൂടുതൽ വ്യൂസ് വരിക എന്നുള്ളത് കൊണ്ടാണ് ഞങ്ങൾ അതിന് കാത്തിരുന്നത്. ഓക്കെ, എന്തായാലും കൂലി സിനിമയുടെ സെക്കൻഡ് സിംഗിൾ ഇന്നലെ വന്നിട്ടുണ്ട്. അപ്പോൾ അതിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഇപ്പോ ഇത് തിരഞ്ഞെടുത്തത്. ഇനി കുത്തിപ്പൊക്കാൻ സമയമായി. അതെ, വാർ vs കൂലി, അതിനെക്കുറിച്ച് ഒരു വീഡിയോ ചെയ്യാവോ? തീർച്ചയായിട്ടും ചെയ്തിരിക്കും. കളക്ഷൻ ഏതിന് കൂടുതൽ കിട്ടും, ഫുൾ ഡീറ്റെയിൽസ് ആയിട്ട് നിങ്ങളുടെ ഒരു ഇത് പറയണമെന്ന്. ഞാൻ പറഞ്ഞത് ഇതേലൊന്ന് ചെയ്യുന്നത്. അത് അവസാനത്തെ ഒരു സാധനം ഉണ്ടല്ലോ, ഇപ്പോഴെങ്കിലും ഒന്ന് ചെയ്യടേ, ആ ഒരു സാധനമാണ് വന്നിട്ടുള്ളത്. എന്താണ്? ചെയ്തിരിക്കും. ഓക്കെ, ചെയ്തിരിക്കുന്നു. അതാണ്. ഓക്കെ, അപ്പോൾ തുടങ്ങാം. ഇതിനെക്കുറിച്ച് എന്താണ് ചെയ്യാനുള്ളത്? കൂലിയും വാറിനെ കുറിച്ചും അല്ലേ? വാറിനെ കുറിച്ച് വാർ 2 അതായത് YRF യൂണിവേഴ്സിൽ വരുന്ന സ്പൈ യൂണിവേഴ്സിൽ വരുന്ന 6ാമത്തെ സിനിമയാണ്. യെസ്, അയൻ മുഖർജിയാണ് സിനിമ ഡയറക്റ്റ് ചെയ്യുന്നത്. അതെ, എക്ത ടൈഗർ മുതൽ ഇപ്പോൾ വാർ 2 വരെ എത്തി നിൽക്കുകയാണ്. അത് 6 എണ്ണം സ്പൈ യൂണിവേഴ്സിൽ വരുന്ന ഒരുപാട് സിനിമകൾ ഇനിയും പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. പത്താൻ 2, ടൈഗർ 4, അങ്ങനെ കുറേ ഉണ്ടായിരുന്നു. ഇതൊക്കെ ക്യാൻസൽ ചെയ്തു. ഇനി 2 സിനിമകളെ YRF യൂണിവേഴ്സിൻ്റെ സ്പൈ യൂണിവേഴ്സിൽ വരുന്ന 2 സിനിമ വരുള്ളൂ. ഒന്ന് ഇതാണ് വാർ 2, മറ്റൊന്ന് ആൽഫ. അതായത് നമ്മുടെ ആലിയ ഭട്ട് പ്രധാന വേഷത്തിലെത്തുന്ന സിനിമ. അതോടെ നിർത്താൻ പോവാണത്. 2012 തുടങ്ങിയതാണ് ഇതിന്. ഏകദേശം 10-13 വർഷം. സംഭവം നല്ല സിനിമകളും ഉണ്ടായിരുന്നു കേട്ടോ അതിനകത്ത്. എന്താണെങ്കിലും ആദിത്യ ചോപ്രയാണ് സിനിമ ഡയറക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പ്രൊഡ്യൂസ് ചെയ്തത് ഹൃതിക് റോഷൻ, NTR. പിന്നെ ആരായിരുന്നടാ നായിക? ആരായിരുന്നടാ? കിയാറ അദ്വാനി. അതാണ് നായികന്റെ ഭാഗം അങ്ങോട്ട് ചോദിച്ചാൽ മതി. അതുകൊണ്ടാണ് അറിയാവുന്ന ആളാണല്ലോ. ഏത് സിനിമയിലെയും നായകനെ മറന്നു പോകും, നായിക നല്ല ഓർമ്മയായിരിക്കും. ഓക്കെ, സിനിമേന്റെ സിനോപ്സ് ഒക്കെ കുറേശ്ശൊക്കെ പുറത്ത് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഏകദേശം സ്പൈ യൂണിവേഴ്സ് ആകുമ്പോൾ എന്താ നമുക്ക് അറിയാം. അതെ, എന്തായിരിക്കും എന്നുള്ളത് ഏകദേശം ഒരു ധാരണ ഉണ്ടല്ലോ. എങ്കിലും ഇതിന്റെ ഒരു കഥാതന്തു വരുന്നത് ഇങ്ങനെയാണ്. വർഷങ്ങൾക്ക് മുമ്പ് ഏജന്റ് കബീർ തെമ്മാടിയായി പെരുമാറി. എന്താ അങ്ങനെ പെരുമാറാൻ കാരണം? കബീറെ വളരെ മാന്യമായി പെരുമാറി കൂടെ ഇന്ത്യയിലെ എക്കാലത്തെയും വലിയ വില്ലനായി മാറി. തെമ്മാടിയായിട്ട് പെരുമാറി കഴിഞ്ഞാൽ വില്ലനായി മാറും. അപ്പോൾ ഏറ്റവും വലിയ തെമ്മാടി ഇന്ത്യയിലെ ഏറ്റവും വലിയ വില്ലനായി മാറി. എന്നാൽ ഇത്തവണ അയാൾ കൂടുതൽ ആഴമേറിയ നിഴലുകളിലേക്ക് ഇറങ്ങുമ്പോൾ ഇന്ത്യ അദ്ദേഹത്തിന് പിന്നാലെ ഏറ്റവും മാരകവുമായ ഏജന്റിനെ അയക്കുന്നു. NTR. കാബീർ ഓൾറെഡി NTRനെ അയക്കുന്നു. കാബീറിനേക്കാൾ മികച്ച അതെന്ത് വർത്താനം? അത് നമുക്ക് ഇഷ്ടമല്ല. അതെന്ത് വർത്താനങ്ങൾ പറയണേ? കാബീറിനെക്കാട്ടിലും മികച്ചതെന്ന് പറയുന്നത് ഞങ്ങൾ വെട്ടിക്കൂട്ടും. കാബീറിനെ തൊട്ട് കളിക്കരുത്. NTR നമുക്ക് ഇഷ്ടമാണ്, നമ്മുടെ ഫേവറേറ്റ്. അതെ, ഇഷ്ടക്കുറവൊന്നും അല്ല. പക്ഷെ ഹൃതിക് റോഷന്റെ അടുത്ത് അത്ര ഇഷ്ടമില്ല. കാബീറിന്റെ മുകളിലോ പൂർണ്ണമായും ന്യൂക്ലിയർ ആയ ഒരു സ്പെഷ്യൽ യൂണിറ്റ് ഓഫീസറെ
നിയമിക്കുന്നു. അതായത് വിക്രം, അതാണ് ആളുടെ പേര്. വിക്രം അത് വന്നിട്ടുണ്ടായിരുന്നല്ലേ വിക്രം പേര്. വിക്രം കാബിറിന്റെ മുകളിലോ കാബിറിന്റെ ആ തട്ട് താണു തന്നെ ഇരിക്കും. ഇപ്പൊ നമ്മൾ ഇട്ട സാധനല്ലേ ഞാൻ ആ സാധനല്ലേ, അതായത് അത് വിക്രം ഇട്ടതാ. ഏത് NTR ഇട്ടതാ. ഹൃത്തിക് റോഷന്റെ മുകളിലെ ന്യൂക്ലിയറോ. എന്താണെങ്കിലും ഇത്രയൊക്കെയാണ് വാർ 2 കുറിച്ച് നമുക്ക് അറിയുന്നത്. നമുക്ക് കൂലിയിലേക്ക് കടക്കാം. പറയാൻ ഒരുപാടുണ്ട്. നമുക്ക് ഏറ്റവും കൂടുതൽ താല്പര്യമുള്ള സിനിമ ഇതില്, അതായത് വാർ 2 സ്പെഷ്യൽ തന്നെയാണ് ആ ഒരു ദിവസത്തില്. പക്ഷെ ആ ദിവസം ഒരുമിച്ച് വരുമ്പോൾ, ഇത് ക്ലാഷ് ആയിട്ട് വരുമ്പോൾ ഞങ്ങൾ ആദ്യം തിരഞ്ഞെടുക്കുന്നത് തീർച്ചയായിട്ടും കൂലിയായിരിക്കും. ലോകേഷ് കനകരാജ് സംവിധാനം ചെയ്യുന്ന രജനീകാന്ത് മൂവി. ഇതിനേക്കാൾ കൂടുതൽ എന്ത് വേണം ഇനി? അതുക്കും മേലെ അപ്പുറത്തേക്ക് ആമിർ ഖാൻ. ഇനി അല്ല, ഇതിൽ കൂടുതലൊന്നും വേണ്ട. പക്ഷെ ഇനി ഇതിന്റെ ഒപ്പം താരതമ്യം ചെയ്യുമ്പോ വേണമെങ്കിൽ കുറച്ച് വേറെ പേരുകളും കൂടി പറയാം, അത്രേ ഉള്ളൂ. ആമിർ ഖാൻ ഉണ്ട്, താഴെ തന്നെ ഇരിക്കും. യെസ്, ആമിർ ഖാൻ ഉണ്ട്, പിന്നെ നമ്മുടെ നാഗാർജുന ഉണ്ട്, ഉപേന്ദ്ര ഉണ്ട്, പിന്നെ മലയാളത്തിൽ നിന്ന് സൗബിനുണ്ട്, പിന്നെ വേറെ ഇനി ആര് വേണം? ഇത്രയും തന്നെ ധാരാളം. അതെ, ശ്രുതി ഹാസൻ ഉണ്ട്. അതെ, അതാണ് ആകെയുള്ള ഒരു പോരായ്മ. പിന്നെ അതൊരു പോരായ്മ എന്ന് പറയാൻ പറ്റൂല. അതെവിടെങ്കിലും ഒക്കെ തീരുന്നതായതുകൊണ്ട് നന്നാക്കും. അതെവിടെങ്കിലും ഒക്കെ തീരുന്നതായിരിക്കും. ആ കാര്യത്തിൽ ഞാൻ നിന്റെ കൂടെ നിൽക്കൂല. അത് തീർക്കൂലല്ലേ, സമ്മതിക്കൂല. വേറെ ഏത് നടിമാരെ കൊണ്ടുവന്നാലും ആള് തീർക്കും, എനിക്കറിയാം, നമുക്ക് അതിന്റെ തെളിവുണ്ട്. പക്ഷേ ശ്രുതി ഹാസൻ ആളുടെ ഫേവറേറ്റ് ആണ്, ബെസ്റ്റി ആയതുകൊണ്ട് ചിലപ്പോ ചെറിയ ജീവനൊക്കെ ബാക്കി വെച്ചേക്കും. എന്താണെങ്കിലും ഇതിന്റെ ഈ സിനിമേന്റെ സിനോപ്സോ അങ്ങനെ ഒന്നും നമുക്ക് കേൾക്കേണ്ട ആവശ്യമില്ല. കാരണം രജനികാന്ത്, ലോകേഷ് കനകരാജ്, പിന്നെ ആമിർ ഖാൻ, പിന്നെ പറഞ്ഞു വരുമ്പോ ബാക്കി എല്ലാവരുടെ പേരും പിന്നെ പറയേണ്ടി വരും. എന്താണെങ്കിലും ഈ ഒരു ക്ലാഷ് ആള് ചോദിച്ചിരിക്കുന്നത് പോലെ ഇതിനകത്ത് ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടുന്ന സിനിമ ഏതായിരിക്കും എന്നുള്ളൊരു ചോദ്യമുണ്ട്. പിന്നെ അനിരുദ്ധിന്റെ പേരും കൂടി ഇതിന്റെ കൂടെ പറയണം കേട്ടോ. തീർച്ചയായിട്ടും, അത് ശരിയാണ്. വമ്പം ഒരു സംഭവ ബഹുലമായിട്ടുള്ള ഒരു ടീം തന്നെയാണ് ഈ വാർ 2 മുമ്പിൽ യുദ്ധത്തിനായിട്ട് നിൽക്കുന്നത്. എനിക്ക് തോന്നുന്നു അതായത് വാർ 2 ബോളിവുഡ് സിനിമ എന്നുള്ളത് കൊണ്ട് വലിയ റിലീസായിരിക്കും പുറത്തൊക്കെ ഉണ്ടാവും. അതുകൊണ്ട് സാധാരണ ഒരു വലിയ വലുപ്പത്തിലല്ലാത്ത സിനിമകൾ പോലും നല്ല കളക്ഷൻ നേടുന്ന സിനിമകളാണ് ബോളിവുഡിലുള്ളത്. ഇത് സ്റ്റാർ കാസ്റ്റിന്റെ കാരണം കൊണ്ട് മാത്രം. പിന്നെ വാർ 2 കൂടി ആവുമ്പോൾ, അതായത് വാർ അത്യാവശ്യം വളരെ വലിയ വിജയമായ സിനിമയാണ്. പിന്നെ ഈ സ്പൈ യൂണിവേഴ്സിൽ വന്ന മികച്ച സിനിമകളിൽ ഒന്നുകൂടിയാണിത്. അതെ. അപ്പോൾ അതിന്റെ രണ്ടാം ഭാഗം വരുമ്പോൾ വളരെ പ്രതീക്ഷയുള്ള ഒരു സിനിമയാണ്. പിന്നെ ഇതിന്റെ ടീസർ വന്നപ്പോ കുറച്ച് പ്രതീക്ഷ പോയി, കുറച്ച് കുറഞ്ഞായിരുന്നു. പിന്നുള്ളത് പ്രതീക്ഷയുണ്ടോ ഇല്ലയോ എന്നല്ല ചോദിച്ചത്, കളക്ഷനിലേക്ക് എത്തുകയാണ്. പിന്നുള്ളത് കൂലി ആമിർ ഖാൻ വരുന്നതോടെ ഈ ഒരു ലെവലിൽ തന്നെ, അതായത് വേൾഡ് വൈഡ് അത്യാവശ്യം നല്ല റിലീസിംഗ് ഉണ്ടാവും. അതുപോലെ തന്നെ നോർത്തിലേക്കും ഒരുപാട് ആൾക്കാർ കാത്തിരിക്കും. ഇന്ത്യയിൽ ഏതാണ്ട് സെയിം ആയിട്ട് തന്നെ നിൽക്കും. പക്ഷെ കുറച്ച് മുകളിൽ കൂലി നിൽക്കും എന്നുള്ളതാണ് തോന്നുന്നത് അല്ലേ? ഉറപ്പായിട്ടും. അതായത് രജനീകാന്തിന്റെയും കൂടെ ആയതുകൊണ്ട്. പക്ഷെ തെലുങ്കാനയിലൊക്കെ തെലുങ്കില് മുകളില് വാർ തന്നെയായിരിക്കും. അത് NTRന്റെ ഫാൻസ് അതങ്ങനെ തന്നെ ആയിരിക്കണം. പിന്നെ ഹൃത്തിക് റോഷൻ vs ആമിർ ഖാൻ എന്നുള്ള ആ ഒരു ഫാക്ടറിൽ അത് അങ്ങോട്ട് ആമിർ ഖാൻ തന്നെയായിരിക്കും. അത് നോർത്തിലേക്കോ അതെന്തായാലും ആമിർ ഖാൻ. അത് പിന്നെ പുറത്ത് ഹൃത്തിക് റോഷന് ഭയങ്കര പവർ ഉണ്ട്, പക്ഷെ അവിടെയും ആമിർ ഖാൻ കുറച്ച് മുകളിൽ നിൽക്കും. പുറത്ത് അതേപോലെ രജനീകാന്തിനും ഉണ്ട്. ഇതിന്റെ ഒക്കെ ഒപ്പത്തിനല്ല, അതിന്റെ അപ്പുറം വേണമെങ്കിൽ പറയാൻ പറ്റും ചില സമയങ്ങളിൽ. അങ്ങനത്തെ ഒരു ഫാൻസ് ഉള്ള ആളാണ് രജനീകാന്ത്. ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ മതി. അതായത് ഹൃത്തിക് റോഷന്റെ സിനിമ എത്രയൊക്കെ വന്നാലും ഇതുവരെ രജനീകാന്തിന്റെ ഒരു കളക്ഷൻ തൊട്ടിട്ടില്ല. ഇല്ല, ഞാൻ എൻ്റെ ഒരു ഇതില് എനിക്ക് തോന്നുന്നു ഒരു 500-600 മാക്സിമം വാർ 2 അതിനാണ് തോന്നുന്നത്. ഉണ്ടെങ്കിൽ ഇല്ലെങ്കിൽ അതും ഉണ്ടാവൂല കേട്ടോ, കിട്ടൂല. നമുക്കറിയാവുന്നതാണ് വരുന്ന സിനിമകളൊക്കെ ഹിന്ദിയിൽ ഇപ്പം ഒന്ന് പാളിയിട്ടുണ്ടെങ്കിൽ പിന്നെ തിരിഞ്ഞു നോക്കണ്ട അതിന്റെ കളക്ഷൻ.
അപ്പം ഇതിന്റെ അഭിപ്രായം മികച്ച അഭിപ്രായമാണെങ്കിൽ ഒരു 600 എത്തുമായിരിക്കും. മികച്ചതാണെങ്കിൽ, മികച്ച അഭിപ്രായം ആണെങ്കിൽ മേ ബി ഒരു 750 അത്ര എത്തുള്ളൂ. വളരെ മികച്ചതാണെങ്കിൽ. ഇനി വളരെ മോശമാണെങ്കിൽ എങ്ങനെയെങ്കിലും എന്തായാലും ഇതിന്റെ ഒരു ഹൈപ്പ് വെച്ചിട്ട് ഒരു 450-500 അടുത്തായിട്ട് ഇങ്ങനെ നിൽക്കും. അത് അത്ര തന്നെയൊക്കെ ഉണ്ടാവാൻ ചാൻസ് ഉള്ളൂ. 450 എത്തുമെന്നുള്ള കാര്യം സംശയം. മോശമാണെങ്കിൽ ഉണ്ടല്ലോ, നെഗറ്റീവാ വരുന്നതെന്നുണ്ടെങ്കിൽ അത്ര ഒന്നും എത്താൻ ചാൻസ് ഇല്ല. അതിന്റെ മുന്നേക്കെ പൊട്ടും. എന്താണെങ്കിലും കൂലിയിലേക്ക് വരുമ്പോ എനിക്ക് എന്താണെങ്കിലും ഒരു 800 പിടിക്കാം സ്റ്റാർട്ടിങ്. അതാണ് നമ്മുടെ ഒരു കാഴ്ചപ്പാടാട്ടോ പറയണത്. അല്ലാണ്ട് ടോട്ടൽ ഇപ്പം കണക്ക് കൂട്ടിയിട്ടുള്ള കണക്കല്ല പറയുന്നത്, നമ്മുടെ ഉള്ളിൽ നമുക്ക് തോന്നുന്ന കാര്യം പറയണം. അതായത് ലോകേഷ് ഒരു സിനിമ ഒരുക്കുമ്പോൾ എന്തായാലും ആവറേജ് എങ്കിലും ഉണ്ടാവില്ലേ? പിന്നെ തീർച്ചയായും ആ ആവറേജ് ലെവലിലുള്ളൊരു സിനിമയിൽ ഈ ലെവലിൽ കാസ്റ്റിംഗ് വരുമ്പോൾ പിന്നെ അത് തിരിഞ്ഞു നോക്കേണ്ട ആവശ്യമുണ്ടോ? ഇതിനിപ്പോ നമ്മൾ ഒരു ആവറേജ് എന്ന് പറഞ്ഞതിന്റെ അപ്പുറത്തോട്ട് കിടിലം എന്ന് പറഞ്ഞൊരു അഭിപ്രായം വന്നാൽ ഇതിന്റെ കളക്ഷൻ എന്തായിരിക്കും എഴുതിയിട്ട് എന്തായാലും 1500 മുകളിൽ എന്തായാലും പോകും. ഉറപ്പായിട്ടും പോകും. അതിനുള്ള കാലിബർ ഉണ്ട്. ഈ 2 സിനിമകളുടെ രീതി കൂടി നോക്കണം. അതെ, സ്പൈ യൂണിവേഴ്സിൽ വരുന്ന സിനിമകൾക്ക്, അതായത് സ്പൈ യൂണിവേഴ്സിൽ വരുന്ന സിനിമകൾ വിജയിച്ച് കിട്ടാൻ തന്നെ നല്ല പാടാ. അതിന് ഒരു പ്രത്യേക ഫാൻസും ഉണ്ട്. അത് മാത്രല്ല എല്ലാം സ്ഥിരം ടെംപ്ലേറ്റും സ്ഥിരം പരിപാടി തന്നെ ആയിരിക്കും. മാറ്റങ്ങളൊന്നും അതിലുണ്ടാവില്ല. അതിനകത്ത് വേറെ മാറ്റാനില്ല. സ്പൈ യൂണിവേഴ്സിൽ എന്ത് മാറ്റാനാണ്? അതെ, അതുകൊണ്ട് തന്നെ അതിന് കൊടുക്കുന്ന ഒരു താല്പര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ മനസ്സിൽ തോന്നുന്ന പ്രാധാന്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ കുറച്ചാ. പിന്നെ നമുക്ക് പിന്നെ നമുക്ക് ഇഷ്ടപ്പെട്ട നടന്മാര് വരുന്നു, അവര് ഒരുമിച്ച് വരുമ്പോ എന്തായിരിക്കും എന്നൊക്കെ അറിയാനുള്ളൊരു ഇതുണ്ടല്ലോ, ആ ഒരു സാധനം അത്രേ ഉള്ളൂ. അല്ലാതെ ഇതിൽ നിന്ന് വലിയ പുതുമയൊന്നും പ്രതീക്ഷിക്കണ്ട. ഇവർ തമ്മിലുള്ള ആ ഒരു ഫേസ് പരിപാടി ഉണ്ടല്ലോ, അതുണ്ടാവും. ഇപ്പുറത്തേക്ക് വന്ന് നോക്കുമ്പോൾ നമുക്ക് ആമിർ ഖാൻ ഈ ലെവലിൽ നമ്മൾ എങ്ങനെ കാണും, ആളെ എങ്ങനെയായിരിക്കും അവതരിപ്പിക്കുന്നത്, അത് ഭയങ്കര സംഭവമാണ്. അത് ലോകേഷിന്റെ കയ്യിലല്ലേ കിട്ടുന്നത്. പിന്നെ ഈ സിനിമയുടെ ഒരു ടീം വെച്ചിട്ട് അത്യാവശ്യം നല്ല പരിപാടിയായിരിക്കും. അതായത് ഗോൾഡ് സ്മഗ്ലിങ്ങും പരിപാടികളൊക്കെ ആകുമ്പോൾ അതിൻ്റെ ടീമും ഏതൊക്കെ ടീം, ഇനി ഇത് LCU ആണെന്നുള്ള അറിയില്ല. ഏതെങ്കിലും ആണെങ്കിൽ എന്തെങ്കിലും വകയില് മറ്റേ അന്ന് മിസ്സായ 2 കണ്ടെയ്നറിന്റെ ചോദ്യം വന്നല്ലോ വിക്രത്തിൽ, ആ 2 കണ്ടെയ്നറും കൂടി ഇതിനകത്തേക്ക് വന്നിട്ടുണ്ടെങ്കിൽ സെറ്റായി. എന്തായിരിക്കും അതായത് പിന്നെ തിരിഞ്ഞു നോക്കേണ്ടി വരില്ല. LCU എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോൾ ഉള്ള ഒരു യൂണിവേഴ്സ് ഉണ്ടല്ലോ ലോകേഷിൻ്റെ, അതല്ലാതെ ആൾക്ക് മറ്റൊരു പ്ലാൻ ഉണ്ടായിരുന്നു, മറ്റൊരു യൂണിവേഴ്സ് തയ്യാറാക്കാൻ. ആ യൂണിവേഴ്സിന് അങ്ങനെ ആണെങ്കിൽ പിന്നെ തിരിഞ്ഞു നോക്കേണ്ടി വരില്ല, വമ്പൻ പരിപാടിയാവും. ഇത് രണ്ടും മത്സരത്തിന് വരുമ്പോൾ ഇതിന്റെ കളക്ഷനിൽ ഞങ്ങളുടെ അഭിപ്രായത്തില് മുന്നോട്ട് നിൽക്കുന്നത് കൂടി തന്നെയാണ്. നല്ല ഡിഫറൻസിൽ നല്ല മാറ്റം ഉണ്ടാവും. അങ്ങനെ തന്നെയാണ് നമ്മൾ കരുതുന്നത് കേട്ടോ. എന്താണെങ്കിലും സിനിമ രണ്ടും നമ്മൾ കാണുവേ, അത് വേറെ. ഇതൊക്കെ പറയുന്നുണ്ടെങ്കിലും 2 സിനിമ നമ്മൾ കാണാൻ വേണ്ടിയിട്ട് ഇരിക്കുന്ന സിനിമകൾ തന്നെയാണ്. എന്തായാലും കൂലി ഫസ്റ്റ് ഷോ എന്തായാലും 6 മണിക്കൊക്കെ ഉണ്ടാവും. അതെന്തായാലും ഉണ്ട്. രജനി പടം ആയതുകൊണ്ട് എന്തായാലും 6 മണിക്ക് ലോകേഷിന്റെ പടം കൂടി ആണെങ്കിൽ തീർച്ചയായിട്ടും. ഇവിടെ ഇതുവരെ കേരളത്തിൽ ആരാ എടുക്കുന്നത് തീരുമാനമായിട്ടില്ല, അതിന്റെ അതനുസരിച്ച് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനനുസരിച്ച് ഉണ്ടാവും, എന്തായാലും വരും. ജയിലർ 6 മണിക്കായിരുന്നു അല്ലേ? ജയിലർ 7 മണിക്കായിരുന്നു ഷോ. അങ്ങനെ എന്തായാലും ആ ഒരു ടൈമിൽ തന്നെ ഉണ്ടാവും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ലിയോ ഒന്നില്ലേ ആ ടൈമിൽ തന്നെ വരും. കാരണം ലോകേഷിന്റെ പടമാകുമ്പോൾ അത്രക്ക് ഹൈപ്പില വരിക. അങ്ങനെ ആകുമ്പോൾ നമുക്ക് 2 സിനിമ നേരെ വാർട്ടൂണ് എന്ത് രസമായിരിക്കും അല്ലേ? ഇങ്ങനെ ചിന്തിക്കുന്നതൊക്കെ പാളിയിട്ടുള്ളൂ, ഓർമ്മയില്ലേ? അപ്പൊ അങ്ങനെ അധികം ചിന്തിക്കുന്നില്ല, നന്നായിട്ട് കാണാൻ പറ്റട്ടെ. അപ്പൊ എന്തായാലും ഞങ്ങൾ പോവാണ്. മറ്റുള്ള വിശേഷങ്ങളുമായിട്ട് ഉടനെ തന്നെ വരാം. ആൾക്ക് ഹാപ്പി ആയിരിക്കും എന്ന് വിചാരിക്കുന്നു. മീശ നീളം കുറച്ചൊക്കെ അതായത് നീളുള്ള മീശ ഇവിടെ മതി. അപ്പം എന്തായാലും പോവാണ്. മറ്റു വിശേഷങ്ങളുമായിട്ട് ഒട്ടനെ വരാം. മീശ നീളമുള്ളവരോട് നമുക്ക് പ്രത്യേക സ്നേഹമുണ്ട്.